കാസർകോട് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI വിജയന് നാടിന്റെ അന്ത്യാഞ്ജലി. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുറുകുകയാണ്. പാടിയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിരുന്ന വിജയൻ വിഷം കഴിച്ചത്. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച മരിച്ചു. ഒരു കേസുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് വിഷം കഴിക്കാൻ കാരണമെന്ന് SI മൊഴി നൽകിയതായാണ് സൂചന. തെരഞ്ഞെടുപ്പ് ദിവസം ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ധന്യയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിന്റെ നേതൃത്വത്തിൽ തടയുകയും അതിക്രമം നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുള്ള ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വ്യാജ പ്രചരണം നടത്തിയെന്നും കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെയായിരുന്നു പരാതി. ഉനൈസിനെ അറസ്റ്റ് ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ സമ്മർദ്ദമാണ് SIയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഞങ്ങളുടെ ഉനൈസിനെ തടഞ്ഞു വെച്ചിട്ട് ആ ഉനൈസിനെ പീഡന കേസിൽ പ്രതിയാക്കാൻ ഇവർ ശ്രമിച്ചു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മർദ്ദം സഹിക്കവയ്യാതെ, മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് വിജയൻ എന്ന് പറയുന്ന പനത്തടിയിലുള്ള SIയെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. അന്വേഷിക്കാൻ സമ്മതിക്കാതെ ഉനൈസിന്റെ പേരിൽ പീഡന കേസ് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ SI പറഞ്ഞു, എനിക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് അയാൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അയാളുടെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യാം. അല്ലാതെ ഒരു നിരപരാധിയെ പീഡന കേസിൽ പ്രതിയാക്കാനാവില്ല എന്ന അതിശക്തമായ നിലപാട് ആ സബ് ഇൻസ്പെക്ടർ സ്വീകരിച്ചു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് CPIM നേതാക്കൾ വ്യക്തമാക്കി. പരാതിയുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി വ്യാജ പരാതിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ഏതെങ്കിലും ഒരു പോലീസിനെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി പഞ്ചായത്ത് പ്രസിഡന്റാണ് വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റിൽ കോടതിയിലേക്കും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഈ SIയെ വിളിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.